ഒബ്സഷൻ എന്ന് പറഞ്ഞ മൂവിയുടെ ക്ലൈമാക്സ് സീൻ മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണത്. അതിനു മുമ്പ് ഇത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണാം. എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും മനോഹരമായിട്ടുള്ള സൈക്കോളജിക്കൽ ഹൊറർ മൂവീസ് വന്നിട്ടില്ല. ഇത് നിങ്ങൾ ഇത്രയും നാൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു മൂവിയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെങ്കിൽ അത് കാണാം. ഇതൊരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത്. കണ്ട ആൾക്കാർക്ക് ഇതിൻ്റെ കഥ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ക്ലൈമാക്സ് സീനിൽ കുറേ പേര് കുറേ ഭാഗങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലൈമാക്സ് സീനിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പീക്ക് ലെവലിൽ എത്തിയിട്ട് ഇവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവൻ ഈ നടക്കുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോവാം. രണ്ടാമത്തെ കാര്യം, ഇവൻ മരിക്കുന്നതോടുകൂടി തന്നെ ഈ വിഷയമില്ലാതെയാവും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളുണ്ട് അവൻ മരിക്കാൻ നോക്കുകയാണ്. ആദ്യം സ്വയം വെടിവെച്ച് മരിക്കാൻ നോക്കും. പക്ഷേ അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അത് അവൻ അവിടെ നിർത്തിവെക്കുന്നു. പക്ഷേ അപ്പോഴാണ് ഇവൻ എന്താണെന്ന് വെച്ചാൽ മിററിൻ്റെ ബാക്കിൽ ഇവൻ്റെ പൂച്ച കഴിച്ച് മരിച്ചു പോയിട്ടുള്ള അതേ മരുന്ന് ഇവൻ കാണുന്നു. അപ്പോൾ ഓക്കെ, ആ മരുന്ന് മുഴുവനായിട്ട് കഴിച്ചിങ്ങായിട്ട് ഇവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ മരുന്നെടുത്ത് കുറേ ടാബ്ലറ്റ് ഒന്നിച്ച് കഴിക്കുകയാണ്. ആ കഴിച്ച അതേ മൊമെൻറ്റിൽ തന്നെ ഇവൻ മരിക്കാനുള്ള പേടി കൊണ്ട് ഇവനത് ഛർദ്ദിച്ച് കളയാൻ നോക്കുകയാണ്. ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വൺ വിഷിൻ്റെ ബോക്സ് പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കാം. അതെന്തായാലും അവളായിരിക്കും പൊട്ടിച്ചിട്ടുണ്ടാവുക. എന്തായിരിക്കും അവൾ വിഷ് ചെയ്തിട്ടുണ്ടാവുക? അവൾ എപ്പോഴും പറയണ പോലെ തന്നെ അവൾ ഇവനെ പ്രാന്തമായി സ്നേഹിക്കുന്ന പോലെ ഇവനും അവളെ തിരിച്ച് പ്രാന്തമായി സ്നേഹിക്കണം. അതെ, അത് തന്നെ അവൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതൊരൊറ്റ നിമിഷം കൊണ്ട് ടാബ്ലറ്റ് ഛർദ്ദിച്ച് കളയാൻ പോയ അവൻ ഫുള്ള് കട്ടായി പോകണം. അതായത് അവൻ്റെ തലയിൽ ഇപ്പോൾ അവളോടുള്ള പ്രണയം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവൻ ടാബ്ലറ്റ് കഴിച്ചതോ അത് ഛർദ്ദിച്ച് കളയണമെന്നോ ഇത്രയും നേരം നടന്നുകൊണ്ടിരുന്ന എല്ലാ ഇൻസിഡൻറ്റൊക്കെ അവൻ മറന്നുപോയി. ഇപ്പോൾ അവളോട് പ്രാന്തമായിട്ടുള്ള പ്രണയം മാത്രം. അപ്പോൾ അവൻ അത് അവിടെ വെച്ച് നിർത്തിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവളോട് ആ സ്നേഹം കാണിക്കുന്നു. ഈ സ്നേഹം കാണിക്കുന്ന സമയത്ത് തന്നെ ഫോർഗ്രൗണ്ടിൽ ഒടിഞ്ഞിരിക്കുന്ന ആ സ്റ്റിക്കും ആ പൊട്ടിയിട്ടുള്ള ബോക്സൊക്കെ കാണിക്കുന്നുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കഴിച്ച ടാബ്ലറ്റിൻ്റെ എഫക്റ്റ് വരുന്നു. അവൻ മരണപ്പെടുന്നു. അതേ നിമിഷം തന്നെ ഇവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ക്യാരക്ടർ, ഇവനോട് പ്രാന്തമായിട്ടുള്ള പ്രണയം ഉണ്ടാകുന്ന ക്യാരക്ടറും അവിടെ മരിച്ചു പോവുകയാണ്. ഇവളായിട്ട് തന്നെ മാറുന്നു. ഈ ചുറ്റുവട്ടത്ത് ഈ കാണുന്നതൊക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ പേടിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ക്ലൈമാക്സ്.